പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമുക്ക് 13ാമത്തെ നിയോഗ പ്രാർത്ഥനയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്ന് ബുധനാഴ്ച വിശുദ്ധ ഔസ്യപിതാവ്, നീതിമാനായ വിശുദ്ധ ഔസ്യപിതാവിൻ്റെ വേനകൾ നടക്കുന്ന ഒത്തിരി ദേവാലയങ്ങളുണ്ട്. ഔസ്യപിതാവ് ഈ പറഞ്ഞ പോലെ വലിയ ഓട്ടം ചാട്ടം അങ്ങനെയുള്ള ഒരു ശാന്തശീലനാണല്ലോ. തന്നെയല്ല അനുസരണയുള്ളതാണല്ലോ. തന്നെയുമല്ല ധാരാളം സ്വപ്നങ്ങൾ കാണുന്ന ഔസ്യപിതാവ്. അത് കിടന്നുറങ്ങുന്ന ഫോട്ടോയൊക്കെ, സ്റ്റാച്യു ഒക്കെ പലയിടത്തും നമ്മൾ കാണാറുണ്ട്. സ്നേഹമുള്ളവരെ, നമുക്കും ദർശനവരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടും വരദാനങ്ങളിൽ നിലനിൽക്കാൻ വേണ്ടിയും നിലനിൽപ്പിൻ്റെ വരം നമുക്ക് ലഭിക്കാൻ വേണ്ടി നീതിമാനായ വിശുദ്ധ ഔസ്യപിതാവ് വഴി നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നീട് ഞാൻ കണ്ടുവരുന്നത് എൻ്റെ പേരുള്ള പുണ്യാളാണ് നീതിമാനായ വിശുദ്ധ ഔസ്യപിതാവ്. ഞാനെപ്പോഴും നീതിമാനായ ഔസ്യപിതാവിനോട് പ്രാർത്ഥിക്കുന്നത് നീതിമാനെ എന്ന് വിളിച്ചിട്ടാണ് പ്രാർത്ഥിക്കുക. അതങ്ങനെയാണല്ലോ ഒരു ഫ്രണ്ട്, ഒരു സ്നേഹിതൻ എന്നുള്ള രീതിയിൽ. മക്കളെ, ഞാനെപ്പോൾ പ്രാർത്ഥിച്ചാലും അതെല്ലാ വിശുദ്ധന്മാരും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഓരോ വിശുദ്ധന്മാരും അവിടെ വരും. ആദ്യമായിട്ട് വന്നത് വിശുദ്ധ മദർ തെരേസയാണ് വന്നത്, പിന്നെ അൽഫോൻസമ്മ, പിന്നെ ലിറ്റിൽ ഫ്ലവർ, പിന്നെ സെൻറ്റ് ജോർജ്, പിന്നെ സെൻറ്റ് സെബാസ്റ്റ്യൻ, അങ്ങനെ വന്ന് അന്തോണിസ്നാളൻ അത് കഴിഞ്ഞിട്ട് വന്നു. ഇപ്പോൾ എവിടെ പ്രാർത്ഥിച്ചാലും വിശുദ്ധ ഔസ്യപിതാവിനെയാണ് കാണുന്നത്. മാതാവുണ്ട്, മാതാവിനെ എപ്പോഴും ഉണ്ടല്ലോ കൂടെ തന്നെ. ബദൽ മാതാവല്ലേ. കുറേ നാളുകൾക്കും കുറേ വർഷം മുമ്പ് മാർച്ച് 19 എന്ന് പറയുമ്പോൾ നീതിമാനായ വിശുദ്ധ ഔസ്യപിതാവിൻ്റെ ഒരു പെരുന്നാൾ ആഘോഷിക്കുന്നു. ഒത്തിരി ജനങ്ങൾ വിദൂരങ്ങളിൽ നിന്ന് ഫേമസ് ദേവാലയത്തിലേക്കൊക്കെ വരുന്നത് കാണാറുണ്ട്. അപ്പോൾ സ്നേഹമുള്ളവരെ, നമുക്ക് ഔസ്യപിതാവിൻ്റെ ഒരു വലിയൊരു അനുഭവം ഞാൻ പറയാം. എൻ്റെ ഭവനത്തിലായിരിക്കുമ്പോൾ അന്ന് ഭയങ്കര പനിയായിരുന്നു. ആ പനിയായിരുന്ന സമയത്ത് ഞാനിങ്ങനെ ഔസ്യപിതാവിനോട് ചോദിച്ചു, എന്താ നീതിമാനെ, ഇന്നെനിക്ക് പള്ളിയിൽ വരാൻ പറ്റിയില്ലല്ലോ, മാർച്ച് 19 ആ സമയം എൻ്റെ ദൈവം എനിക്ക് 2-3 വരികൾ തന്നു. അതിതെങ്ങനെയാണ്: നീതിമാനാം ഔസേപ്പേ, നീതി മാത്രം നടത്തണമേ, ഇന്നു നിന്റെ കൃപയാൽ സ്വർഗം തുറക്കണമേ. നീതിമാനാം ഔസേപ്പേ, നീതി മാത്രം നടത്തണമേ, ഇന്നു നിന്റെ കൃപയാൽ സ്വർഗം തുറക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിനെ പോലെ ഞങ്ങളെയും നീ വളർത്തിയെടുക്കണമേ ഔസേപിതാവേ. പഠിക്കേ, നീ യേശുവിനെ പോലെ ഞങ്ങളെയും നീ വളർത്തിയെടുക്കണമേ ഔസേപിതാവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നീതിമാൻ്റെ മധ്യസ്ഥം വഴി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദുഃഖങ്ങൾ, വേദനകൾ പരിശുദ്ധ ദൈവമാതാവ് ബദൽ മാതാവിൻ്റെ മധ്യസ്ഥം വഴി നമുക്ക് സമർപ്പിക്കാം. ഔസ്യപിതാവ്, നീതിമാനായ ഔസ്യപിതാവ് വഴിയും നമുക്ക് സമർപ്പിക്കാം. ആ സമർപ്പിക്കുന്ന ഏതൊരു നിയോഗങ്ങളും ദൈവം അവിടെ നിന്ന് കേൾക്കും. കാരണം എൻ്റെ കാര്യങ്ങൾ പലപ്പോഴും ഞാൻ കാണാറുണ്ട്. ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ ചില സമയങ്ങളിൽ മാത്രം, ഈശോയോട് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ ഈശോ ചില സമയം അതത്ര ഗവനിക്കാതെ പോകുന്നു. എന്തെങ്കിലും കാരണം അവിടെ ഉണ്ടാവും കേട്ടോ. ആ ഗവനിക്കാതെ പോകുന്നു, അത് വളരെ കുറവാണേ. ആ സമയങ്ങളിലെല്ലാം മാതാവ് വന്നിട്ട് കാര്യങ്ങൾ നടത്താറുണ്ട്. ഒരിക്കലും മാതാവിന് മാത്രമായിട്ട് കാര്യം നടത്താൻ പറ്റില്ല. മാതാവ് ഉള്ളിടത്ത് പുത്രനുണ്ട്, പുത്രനുള്ളിടത്ത് മാതാവുണ്ട്. ആ പുത്രനോട് പ്രാർത്ഥിക്കാതെ, പുത്രൻ്റെ അനുവാദമില്ലാതെ, അല്ലെങ്കിൽ ഈശോ മാതാവിനെ ഏൽപ്പിക്കാതെ അവിടെ നിന്നും നടക്കൂല. കാരണം യേശു അവനാണ് വഴിയും സത്യവും ജീവനും. അവിടെ നിന്ന് തൻ്റെ ദാതനോട്, അപ്പനോട്, അല്ലെ ഫാദറിനോട് ചോദിക്കുമ്പോൾ അവിടുന്ന് അനുഗ്രഹം യേശു വഴി നമുക്ക് കിട്ടും. ഹല്ലേലൂയ. അപ്പോൾ ഗവനിക്കാതെ നിൽക്കുന്ന സമയത്ത് മാതാവ് വന്ന് ഇടപെടുന്നു, കാര്യം നടത്തുന്നു. ഞാൻ ദർശനം കാണാറുണ്ട്. അതോടൊപ്പം തന്നെ ചില സമയം നീതിമാനായ ഔസേപിതാവും ഇതേ റോള് ചെയ്യാറുണ്ട്.
ഞാൻ പ്രാർത്ഥിക്കുന്ന ചില സ്ഥലങ്ങളിൽ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നടക്കാത്ത കാര്യങ്ങളിൽ നടക്കൂല, വളരെ കഷ്ടപ്പെടുക. ഈ തൊഴിലാളികളുടെ മധ്യസ്ഥനാണല്ലോ നീതിമാനായ യേശുദാസ് പിതാവ്. സ്നേഹമുള്ളവരെ, നടക്കാതെ ഒരു തൊഴിലാളി കടന്ന് കഷ്ടപ്പെടുന്ന സമയമുണ്ട്. എപ്പോഴും അല്ല, നോട്ട് എവരി ടൈം, ഓൺലി സം ടൈം. അപ്പോൾ ആ കഷ്ടപ്പെടുന്ന സമയത്ത് എനിക്കറിയാം, ഞാൻ ഓർക്കുന്ന ഒരു സാക്ഷ്യം. ഇവിടുത്തെ ഇടുക്കിയിലെ ഒരു ബിജുവിൻ്റെ ഒരു കൊപ്രാട്ടുന്ന ഒരു വലിയ, അതായത് മോഡേൺ ടെക്നിക്കിലാണ്. ആ രീതിയിലുള്ള വെളിച്ചെണ്ണാട്ടൊക്കെ തന്നെയാണ് വലിയ വലിയ കമ്പനിയിൽ, അതുപോലത്തെ വളരെ നല്ല സാധനമാണത്. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ ഒരു കംപ്ലൈൻറ്റ് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് വന്നിട്ട് അത് ശരിയാക്കുന്നത്. അദ്ദേഹം വന്നിട്ട് എന്ത് ചെയ്താൽ ശരിയാവും? അയാൾ ആ പാവമാണെങ്കിൽ ഒരു നല്ലൊരു മനുഷ്യനാണ്. ആ തൊഴിലാളി കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടപ്പോൾ ഒരു വയസ്സൻ, ഒരിക്കലും അയാളെ കണ്ടാൽ ഒരു പണിക്കാരൻ തോന്നൂല. താടിയൊക്കെ വളർത്തി വയസ്സനായ ഒരാൾ വന്ന്, മകനെ അതങ്ങനെയല്ല, ഇതിങ്ങനെയാണ്, അങ്ങനെ ചെയ്തു നോക്കാൻ പറഞ്ഞപ്പോൾ യെസ് ആ സമയം അത് ഓക്കെയാണ്, പ്രശ്നം പരിഹരിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്വസ്ത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. മോളെ, ഈശോയുടെ മക്കളെ, നീ പരിശ്രമിച്ച് നിന്റെ കുടുംബം നേരെയാകുന്നില്ലെങ്കിൽ, നീ എന്തൊക്കെ ചെയ്തിട്ട് നിന്റെ കമ്പനി, നിന്റെ വ്യാപാരങ്ങൾ, നിന്റെ പഠനങ്ങൾ, നിന്റെ പരീക്ഷകൾ, നിന്റെ പ്രസ്ഥാനങ്ങൾ നേരെയാകുന്നില്ലെങ്കിൽ, നമുക്കൊന്ന് നീതിമാനായ ഔസ്യപിതാവിൻ്റെ മാധ്യസ്ഥം നേടിയെന്ന് പ്രാർത്ഥിച്ചാലോ? പ്രാർത്ഥിക്ക്. ഓൺ ദ സ്പോട്ടിൽ ഒരു റിസൾട്ട് നിനക്ക് കിട്ടും. യെസ് നമുക്കങ്ങനെ പ്രാർത്ഥിക്കാം. നീതിമാനെ എന്ന് വിളിച്ചേ, ഒന്നുകൂടി നമുക്കങ്ങനെ പാടാം. നീതിമാനം ഔസേപ്പേ, നീതി മാത്രം നടത്തണമേ, ഇന്നു നിന്റെ കൃപയാൽ സ്വർഗം തുറക്കണമേ, ഇന്നു നിന്റെ കൃപയാൽ സ്വർഗം തുറക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സകല വിശുദ്ധരെ, കാവൽ മലാഹമാരെ, കാവൽ ദൂതരെ, നീതിമാനായ വിശുദ്ധ ഔസേപിതാവിൻ്റെയും പരിശുദ്ധ ദൈവമാതാവിൻ്റെയും മാധ്യസ്ഥതയാൽ ഈ മക്കൾ പ്രാർത്ഥിച്ചിരിക്കുന്ന നിയോഗ പ്രാർത്ഥനകൾ ഇന്ന് 13-ാം ദിവസം. ദൈവമേ, ഇവരുടെ ഏത് നിയോഗങ്ങളാണോ അതെല്ലാം സാധിച്ചു കൊടുക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു. കർത്താവേ, വീടില്ലാതെ വേദനിക്കുന്നവരുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്, തൊഴിലാളികളുണ്ട്, വാഹനം ഓടിക്കുന്നവരുണ്ട്, വാഹനങ്ങളാൽ ജീവിക്കുന്നവരുണ്ട്, കടൽ തൊഴിലാളികളുണ്ട്, കർത്താവേ, ജോലിയില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, കർത്താവേ, സമാധാനം ഇല്ലാത്തവരുണ്ട്, രോഗത്താൽ മല്ലടിക്കുന്നവരുണ്ട്, കർത്താവേ, ബഥേൽ മാതാവിൻ്റെ ടീമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ബഥേൽ മാതാവിൻ്റെ ഗ്രോട്ടോടെ പണി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഈ മാർച്ച് 2-ാം തീയതി വരാൻ പോകുന്ന വൺ ഡേ ധ്യാനം, നെക്സ്റ്റ് സൺഡേ, ആ സൺഡേയിൽ വരാൻ പോകുന്നവരെയും പ്രാർത്ഥിക്കാൻ വരുന്നവരെയും തടസ്സമില്ലാണ്ടെത്താനും, മാർച്ച് 13 താമസിച്ചുള്ള ധ്യാനം, സ്റ്റേ ധ്യാനം, അതിൻ്റെ വിജയത്തിനും വേണ്ടി, അതിന് അനേകം മക്കൾ വരാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. സ്വർഗം തുറക്കണമേ. നീതിമാനം ഔസേപ്പേ, നീതി മാത്രം നടത്തണമേ, ഇന്നു നിന്റെ കൃപയാൽ സ്വർഗം തുറക്കണമേ, ഇന്നു നിന്റെ കൃപയാൽ സ്വർഗം തുറക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.